മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പറമ്പിലത് ആ ചെറി, മുള്ളുള്ള ചെറിയാണ്. ഇത് നല്ലോണം പഴുത്തത്, അതാണ് നമുക്ക് വൈൻ കെട്ടി വയ്ക്കാൻ പറ്റുള്ളൂ. പഴുപ്പ് കുറഞ്ഞത് ഉണ്ടല്ലോ, കണ്ടോ, അത് ചെറുതായിട്ട് റെഡ് കളർ വരുന്നത്. ഇത് കുറച്ചും കൂടി റെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങണ ചെറിയില്ലേ, അത് പ്രോസസ്സിങ് കുറച്ച് സമയം എടുക്കും ഇതിന്. അപ്പോൾ അതായി വരുമ്പോൾ ഞാൻ അതും കൂടി കാണിക്കാം നിങ്ങളെ. ഇതുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ സാധാരണ ചെറി എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ വൈനുള്ള ചെറിയാണ്, നല്ല പഴുത്തതാണ്. അത് നമുക്ക് പറിച്ചെടുക്കാം. നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കൊണ്ടുവന്നാൽ നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വേണം കഴുകാൻ. നമ്മൾക്ക് അല്ലെങ്കിൽ വൈൻ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പൂത്തു പോകും. അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ഫ്രൂട്ട്സും നമുക്ക് വൈൻ കെട്ടാം. പറിച്ച് നല്ല പഴുത്ത ചെറിയാണ് കേട്ടോ, എന്നാലേ ഇത് വൈൻ കെട്ടാൻ പറ്റുള്ളൂ. പഴുത്ത ചെറി പറിച്ച് നല്ലോണം ക്ലീനാക്കി കഴുകി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് കൊട്ടയിൽ വെള്ളം വെച്ച് വാല വെച്ച് ഉപ്പിതുമ്പോൾ ഒന്നുമില്ല, വെള്ളം തുള്ളിയേ ഇല്ല. നല്ല പഴുത്ത ചെറി നോക്കിയിട്ടാണ് പറിക്കാവും. അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ആവശ്യം, ഇതിപ്പോൾ 2 കിലോ ഉണ്ട്. 2 കിലോ പഞ്ചസാര, 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം, പിന്നെ അതിലേക്ക് കുറച്ച് സൂചി ഗോതമ്പ്, കറുകപ്പട്ട, ഗ്രാമ്പൂക്കെ ഒരു എത്ര 3, 6, 9, 10, 15 അങ്ങനെ വലിയ കണക്കൊന്നുമില്ല അതിന്, എന്തെങ്കിലും കുറച്ച് കിട്ടും. പിന്നെ പട്ട, ഇത്രയും നമ്മൾ സാധനങ്ങൾ കിഴിയിൽ കെട്ടിയിട്ട് വേണം നമ്മുടെ ഈ വൈനിലേക്ക് ഇടാനായിട്ട്. ഇനിയിപ്പോൾ ഇടാനും വലിയ പണിയൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഇട്ട് വയ്ക്കാം. കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈൻ നമ്മൾ കട്ടുന്നത് പുളിച്ചു പോകും. എപ്പോഴും പഞ്ചസാര മുന്തി നിൽക്കണം കേട്ടോ, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറേ തൊട്ടു. ഒരു ലിറ്റർ വെള്ളം കിഴിയിലാക്കി, ഇത് കിഴിയാക്കി കെട്ടിയിട്ട്, ഇതിപ്പോൾ വെറുതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കിഴി കെട്ടിയിട്ടാൽ നമുക്ക് കുറച്ചും കൂടി ഇളക്കാം. ഒരു ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഇട്ടാലും ഇത് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ഇതിട്ടിട്ട് കയ്യിലിട്ട് ഇളക്കട്ടെ കേട്ടോ. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തോ. ഇനി ആദ്യത്തെ ദിവസങ്ങളിൽ 2-3 ദിവസം അടുപ്പിച്ച് ഇളക്കണം, പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഇളക്കിയാലും മതി. ഇത് 21 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് നല്ല വൈനാകും. തോർത്തും കൊണ്ടായിരിക്കും നല്ലത്. ഇല്ലാത്തവർ വേറെ എന്തെങ്കിലും കനം കുറഞ്ഞ തുണി ഇട്ടിട്ട് ഇതിങ്ങനെ കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് നാളെ എടുത്തിട്ട് ഇളക്കണേ. ഈ സമയമാകുമ്പോഴോ 2-3 ദിവസം അടുപ്പിച്ച് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കൂടുമ്പോഴൊക്കെ മതി. 2-3 ദിവസം കൂടുമ്പോൾ ചെയ്താലും മതി. 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം.